അപ്പോൾ എല്ലാവർക്കും 20ാമത്തെ ചോദ്യത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ തിങ്സ് ഷുഡ് ബി ഡിസൈൻഡ് ഇൻ ആൻ അഡോളസെൻ്റ് ഏജ്? അതായത് ഒരു കൗമാര കാലഘട്ടത്തിൽ ഏതെല്ലാം കാര്യങ്ങളാണ് ഒരു കൗമാരത്തിലുള്ള കുട്ടി ഡിസൈൻ ചെയ്യേണ്ടത്, അതായത് വിവേചന ബുദ്ധിയോടെ തിരിച്ചറിയേണ്ടത്. ഓക്കെ, അപ്പോൾ കൗമാരകാലത്തിൽ ഏതെല്ലാം കാര്യങ്ങളാണ് വിവേചന ബുദ്ധിയോടെ തിരിച്ചറിയേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് ഇങ്ങനെ എഴുതാം: അഡോളസൻസ് ഷുഡ് ബി എ സ്റ്റേജ് ടു ഡിസൈൻ അൺഡിസൈറബിൾ ജസ്റ്റേഴ്സ് ലൈക്ക് ഗെയ്സ്, ടച്ച് ആൻഡ് ഫിസിക്കൽ ടെംപ്റ്റേഷൻ ഡിറക്റ്റഡ് ടുവേഡ്സ് ദം. അതായത് ഈ കൗമാരകാലത്തിലുള്ള ഒരാൾ എന്താണ്, ഷുഡ് ബി എ സ്റ്റേജ്, ആ കാലഘട്ടത്തിൽ എന്തായിരിക്കണം, അവർക്ക് ഡിസൈൻ ചെയ്യുക, വിവേചന ബുദ്ധിയോടെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ഏതല്ല? അൺഡിസൈറബിൾ ജസ്റ്റേഴ്സ്, അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലും പലരും കാണിക്കുന്ന ആംഗ്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലത് ലൈംഗിക ചൊവ്വയോടെയുള്ളതായിരിക്കാം, ചിലത് അങ്ങനെ വേറെ എന്തെങ്കിലും അർത്ഥങ്ങളുള്ളവയായിരിക്കാം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ തിരിച്ചറിയുകയും അവയിലേക്ക് കടന്നു ചെല്ലാതിരിക്കുകയും ചെയ്യണം. അപ്പോൾ പിന്നെ ഏതാണ്? ജസ്റ്റേഴ്സ്, അതായത് ആംഗ്യങ്ങൾ. ലൈക്ക് ഗെയ്സ്, അതായത് അവരുടെ നോട്ടങ്ങൾ. ചില മനുഷ്യരുണ്ട്, ചിലപ്പോൾ അവർ ശരിയല്ലാത്ത രീതിയിൽ നോക്കുന്ന ആൾക്കാരുണ്ടാവും. ടച്ച്, അതായത് സ്പർശനം. ഫിസിക്കൽ ടെംപ്റ്റേഷൻ, ശാരീരികമായിട്ടുള്ള ആ ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ, പല സെക്സ്വൽ എക്സ്പെരിമെൻറ്റിനും അല്ലെങ്കിൽ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിക്കുവാനുള്ള പ്രലോഭനങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ടുവേഡ്സ് ദം. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് ഈ അഡോളസൻസ്, അതായത് കൗമാര കാലഘട്ടത്തിലുള്ളവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആംഗ്യങ്ങൾ, നല്ലതല്ലാത്ത ആംഗ്യങ്ങൾ തിരിച്ചറിയണം. ലുക്ക്, അതായത് നോട്ടം തിരിച്ചറിയണം. സ്പർശനം തിരിച്ചറിയണം. ഫിസിക്കൽ ടെംപ്റ്റേഷൻ, അതായത് ശാരീരികമായിട്ടുള്ള പ്രലോഭനങ്ങൾ, പലപ്പോഴും നമുക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനൊക്കെ ആയിട്ടുള്ളവയെല്ലാം വരാൻ സാധ്യതയുണ്ട്. അവയെല്ലാം ഈ കൗമാരത്തിലുള്ളവർ തിരിച്ചറിയണം. ഇറ്റ് ഈസ് ഓൾസോ എ സ്റ്റേജ് ടു ഡെവലപ്പ് കറേജ് ആൻഡ് കപ്പാസിറ്റി ടു സേ നോ ടു വാട്ട് ഈസ് റോങ്. അതുപോലെ തന്നെ ഈ സമയത്ത് എന്തായിരിക്കണം, അവർ ഡെവലപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരിൽ രൂപപ്പെടുത്തിയെടുക്കണം. എന്താണ്? കറേജ്, ധൈര്യം അവരിൽ രൂപപ്പെടുത്തിയെടുക്കണം. എന്തിനു വേണ്ടിയാണ്? കപ്പാസിറ്റി ടു സേ നോ, അതായത് എന്തിന് പറയുവാനുള്ള, നോ എന്ന് പറയുവാൻ. എന്തിനോട്? റോങ് ആയിട്ടുള്ളതിനോട്, അതായത് തെറ്റായിട്ടുള്ളതിനോട് നോ എന്ന് പറയുവാനുള്ള കപ്പാസിറ്റിയും ഈ കൗമാര കാലഘട്ടത്തിൽ അവർ വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണ്. ഇനി 21ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഷുഡ് ബി ദ ബിഹേവിയർ പാറ്റേൺ ഓഫ് അഡോളസൻസ്? എന്ത് തരത്തിലുള്ള ബിഹേവിയർ, സ്വഭാവമായിരിക്കണം അഡോളസൻസ് ആയിട്ടുള്ള കൗമാര കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെയുള്ള ബിഹേവിയർ ആയിരിക്കണം അവർക്ക് ഉണ്ടാകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരമായിട്ട് ഇങ്ങനെ എഴുതാം: ഇൻ അഡോളസെൻ്റ് ഡിമിയൂനർ അല്ലെങ്കിൽ ബിഹേവിയർ, അതായത് കൗമാര കാലഘട്ടത്തിലുള്ളവരുടെ സ്വഭാവം ഷുഡ് ബി ഇൻ സച്ച് എ വേ, ഈ പറയുന്ന താഴെ പറയുന്ന രീതിയിലുള്ള ദാറ്റ് ടുവേഡ്സ് ദ ആക്ഷൻ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് അക്കോർഡിംഗ് ടു ദ സോഷ്യൽ നോംസ്, അതായത് സാമൂഹിക നിയമങ്ങൾക്ക് അനുസൃതമായിട്ടും ആൻഡ് ദ ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് അതേഴ്സ് ഈസ് ടു ബി വാല്യൂഡ് ആൻഡ് റെസ്പെക്റ്റഡ്. അതോടൊപ്പം തന്നെ അവരുടെ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവരുടെ മഹത്വത്തെയും ബഹുമാനിക്കുന്നതുമായിരിക്കണം. അപ്പം മനസ്സിലാക്കുക, അഡോളസെൻ്റ് കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മളുടേതായ സ്വാതന്ത്ര്യവും നമ്മളുടേതായ ആ പ്രവർത്തന രീതികളും സാമൂഹിക നിയമങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളതും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മഹത്വത്തെയും അതുപോലെ തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തെയും വില കൽപ്പിക്കുന്ന രീതിയിലും ഉള്ളതായിരിക്കണം എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് 22ാമത്തെ ചോദ്യമാണ്: ഫ്രം ഹും അഡോളസൻസ് ഷുഡ് ടേക്ക് ഹെൽപ്പ്? ആരിൽ നിന്നെല്ലാമാണ് അഡോളസൻസ് അല്ലെങ്കിൽ കൗമാരക്കാർ സഹായം സ്വീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഹെൽപ്പ് ഫ്രം പേരൻസ്, അതായത് സഹായം സ്വീകരിക്കേണ്ട ആളുകൾ പേരൻസ് അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ. ടീച്ചേഴ്സ്, അതായത് പഠിപ്പിക്കുന്ന അധ്യാപകർ. ഹെൽത്ത് വർക്കേഴ്സ്, ആരോഗ്യ പ്രവർത്തകർ. ആൻഡ് സ്കൂൾ കൗൺസിലേഴ്സ്, അതായത് സ്കൂളിൽ കൗൺസിലേഴ്സായിട്ട് വരുന്നവർ. ക്യാൻ ബി സൗട്ട്, ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നും എന്താണ് സഹായം സ്വീകരിക്കാവുന്നതാണ്. ഇഫ് വൺ ഈസ് നോട്ട് കേപ്പബിൾ ഓഫ്
ഡൂയിങ് ഇറ്റ് ബൈ വൺ സെൽഫ്. ഇപ്പോൾ ഒരു കൗമാരത്തിലുള്ള ഒരു കുട്ടി അത് സ്വന്തമായിട്ട് തൻ്റെ ഈ പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ളവരിൽ നിന്നും അവർക്ക് സഹായം തേടാവുന്നതാണ്. ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 23ാമത്തെ ചോദ്യമാണ്. ഓക്കെ, 23ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് ആർ ദ മെയിൻ ചേഞ്ചസ് ഓക്വർ ഡ്യൂറിങ് ദ അഡോളസെൻസ്? അതായത് ഒരു അഡോളസെൻ്റ് ആകുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മെയിൻ ചേഞ്ചസ്, അതായത് മുഖ്യമായ മാറ്റങ്ങൾ ഏതെല്ലാം? അല്ലെങ്കിൽ തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കാം, വാട്ട് ഈസ് പ്യൂബർട്ടി ആൻഡ് ദെയർ കോസസ്? എന്താണ് പ്യൂബർട്ടി, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാലും നമുക്ക് ഇങ്ങനെ ഈ ഉത്തരം എഴുതാവുന്നതാണ്. പ്യൂബർട്ടി ഈസ് അറ്റൈൻഡ് വെൻ സെമൻ പ്രൊഡക്ഷൻ ബിഗിൻസ് ഇൻ ബോയ്സ് ആൻഡ് മെൻസ്ട്രേഷൻ ഇൻ ഗേൾസ്. അതായത് പ്യൂബർട്ടി എപ്പോഴാണ് തുടങ്ങുന്നത്? ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയിൽ എന്താണ് മെൻസ്ട്രേഷൻ തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയിൽ എന്താണ് സെമൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴും പെൺകുട്ടികളിൽ ആർത്തവം തുടങ്ങുമ്പോഴുമാണ് അവർ പ്യൂബർട്ടി തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്യൂബർട്ടി ഈസ് അറ്റൈൻ, പ്യൂബർട്ടിയിൽ എത്തിച്ചേരുന്നു വെൻ സെമൻ പ്രൊഡക്ഷൻ, ശുക്ല ഉൽപ്പാദനം ബിഗിൻസ് തുടങ്ങുമ്പോൾ ആരിൽ? ബോയ്സിൽ, ആൺകുട്ടികളിൽ, ആൻഡ് മെൻസ്ട്രേഷൻ ആർത്തവം ആരിലാണ്? ഇൻ ഗേൾസ്. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായി, മെൻസ്ട്രേഷനും സെമനുൽപാദനവും തുടങ്ങുമ്പോൾ പ്യൂബർട്ടി ആയി എന്ന്. ഡ്യൂറിങ് ദി സ്റ്റേജ്, ഈ സ്റ്റേജിൽ എന്താണ്? ദ ബോയ്സ് ബോഡി അണ്ടർഗോ സർട്ടൻ യുണീക്ക് ചേഞ്ചസ്. അതായത് ഈ സമയത്ത് നമ്മളുടെ ശരീരം ചില പ്രത്യേക തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. വിത്ത് പ്യൂബർട്ടിയിൽ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആക്സിലറേറ്റ്. അതായത് പ്യൂബർട്ടിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പുരുഷന്മാരിലുള്ള അല്ലെങ്കിൽ ആൺകുട്ടികളിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതായത് പ്രത്യുൽപാദനത്തിന് ഉപയോഗിക്കുന്ന അവയവങ്ങളുടെ വളർച്ച വളരെ ദ്രുതഗതിയിൽ അല്ലെങ്കിൽ സ്പീഡിൽ ആയിത്തീരുന്നു. അവിടെ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? സെമൻ പ്രൊഡക്ഷൻ ബിഗിൻസ്, അതായത് ശുക്ലത്തിൻ്റെ ഉൽപാദനം തുടങ്ങുന്നു. ഇറക്ഷൻ ഓഫ് പെന്നീസ് ഒക്വേഴ്സ്, അതായത് അവരുടെ വൃഷ്ണങ്ങളുടെ അല്ലെങ്കിൽ പെന്നീസിന് എന്താണ് ഇറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താണ് അവരുടെ ലൈംഗിക അവയവം എന്ത് ചെയ്യുന്നു? പെന്നീസ് ഉയർന്നു വരുവാനായിട്ട് അല്ലെങ്കിൽ ഉദ്ധാരണം, ലിംഗം ഉദ്ധരിച്ചു വരുവാനായിട്ട് ലിംഗോദ്ധാരണം സാധ്യമാകുന്നു. ഓക്കെ, പിന്നെ എന്താണ് എറക്ഷൻ ഓഫ്, അതുപോലെ തന്നെ എന്താണ് അതെങ്ങനെയാണ് അതിന് കാരണമായി തീരുന്നത്? ഇറക്ഷൻ ഓഫ് പെന്നീസ് ഈസ് ഒക്കേഴ്സ് ആസ് ദ ബ്ലഡ് ഫ്ലോ ഇൻ ടു ഇറ്റ് ഇൻക്രീസ്. അത് എന്തുകൊണ്ടാണ് ആൺകുട്ടികളിൽ ലിംഗം ഉദ്ധരിച്ചു വരുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ലിംഗത്തിലേക്ക് കൂടുതലായിട്ട് ബ്ലഡ് ഒഴുകിയെത്തുമ്പോഴാണ് ലിംഗ ഉദ്ധാരണം നടക്കുന്നത്. അപ്പം പ്യൂബർട്ടിയിലാണ് ലിംഗ ഉദ്ധാരണം കാര്യമായിട്ട് സാധിക്കുന്നത്. അറ്റ് ദി സ്റ്റേജ്, ഈ സമയത്ത് എജാക്കുലേഷൻ മേ ഒക്വർ ഡ്യൂറിങ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇജാക്കുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇജാക്കുലേഷൻ എന്ന് വെച്ചാൽ ശുക്ല വിസർജനം എന്നാണ് പറയുന്നത്. എന്താണ്? രാത്രി കാലങ്ങളിൽ നമുക്കറിയാം ശുക്ലോൽപാദനം കുട്ടികളിൽ തുടങ്ങുന്നു. ഈ തുടങ്ങുമ്പോഴെന്താണ്? നമ്മളുടെ ടെസ്റ്റുകളിൽ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശുക്ലത്തെ ശേഖരിച്ചു വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പരിധി കഴിയുമ്പോഴേക്കും ആ ശുക്ലം നമ്മളുടെ ശരീരത്തു നിന്നും പുറത്തേക്ക് പോകേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ എന്തു പറ്റും? രാത്രി കാലങ്ങളിൽ ശുക്ലവിസർജനം ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ ശുക്ലവിസർജനം നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി സെർട്ടൻ നാച്ചുറൽ ഫിസിക്കൽ ചേഞ്ചസ് ആർ സൈൻസ് ഓഫ് ഗ്രോത്ത്. നിങ്ങൾ അങ്ങനെ ഒരു സംഭവം, അതായത് നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഉദ്ധാരണം സംഭവിക്കുകയോ രാത്രി കാലങ്ങളിൽ ശുക്ലത്തിൻ്റെ വിസർജന ശരീരത്തിൽ നിന്ന് നടക്കുകയോ ചെയ്യുന്നതെല്ലാം പ്രകൃതിദത്തമായിട്ട് സ്വാഭാവികമായിട്ടുള്ള ശരീരത്തിലെ മാറ്റമാണ്. അതോർത്ത് നമ്മളാരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈച്ച് പേഴ്സൺ അറ്റൈൻസ് പ്യൂബർട്ടി അറ്റ് ഡിഫറെൻറ്റ് പേസ് ആൻഡ് സ്പീഡ്. അതായത് ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഓരോ വ്യക്തിയും വ്യത്യസ്ത തരത്തിലും വ്യത്യസ്തമായ സ്പീഡിലുമായിരിക്കും പ്യൂബർട്ടിയിൽ എത്തിച്ചേരുന്നത്. ഇനി നമ്മൾ ഗേൾസിലേക്കാണ് പോകുന്നത്. ഇൻ ഗേൾസ് ബോഡി ഷേപ്പ് വിൽ ബിഗിൻ ടു ചേഞ്ച്. പെൺകുട്ടികളിൽ എന്താണ് ചെയ്യുന്നത്? അവരുടെ ബോഡിയുടെ ശരീരത്തിൻ്റെ ഷേപ്പ് മാറി വരും. ദർ മേ ബി നോട്ട് ഓൺലി ആൻ ഇൻക്രീസ് ഇൻ ദ ഹൈറ്റ് ആൻഡ് വെയ്റ്റ്. അവർക്ക് എന്താണ് ഉയരത്തിലും
അതുപോലെ തന്നെ തൂക്കത്തിലും മാത്രമായിരിക്കില്ല വ്യത്യാസമുള്ളത്. ബട്ട് ദ ഹിപ്പ് മേ ഗെറ്റ് വൈഡർ. അതുപോലെ തന്നെ അവരുടെ ഇടുപ്പിന് എന്ത് ചെയ്യുന്നു? വലിപ്പം കൂടി വരുന്നു. അതായത് ഇടുപ്പിന് അരക്കെട്ടിന് വലിപ്പം കൂടി വരുന്നു. ദെയർ മേ ഓൾസോ ബി ആൻ ഇൻക്രീസ് ഇൻ ഫാറ്റ് ഇൻ ദ ബട്ടക്ക്. അതായത് അവരുടെ ഈ ചന്തിയുടെ ഭാഗങ്ങൾക്ക് വണ്ണം കൂടി വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ലെഗ്സ് ആൻഡ് സ്റ്റൊമക്ക്. അതുപോലെ തന്നെ കാലിനും സ്റ്റൊമക്കിലും കാലുകൾക്കും സ്റ്റൊമക്കിനും ഒക്കെ വണ്ണം കൂടി വരുന്നു. ഗേൾസ് ബ്രസ്റ്റ് ബിഗിൻ ടു ഡെവലപ്പ് ഡ്യൂറിങ് പ്യൂബർട്ടി. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ മാറിടത്തിന് വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു എപ്പോൾ പ്യൂബർട്ടിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ. ദ ഓവറീസ് ഗ്രോ ഇൻ ഗേൾസ് ആൻഡ് എഗ് ബിഗിൻ ടു ഡെവലപ്പ് ഇൻ ദം. അതായത് പെൺകുട്ടികളിൽ ഓവറിക്ക് വളർച്ച ഉണ്ടാവുകയും ഈ ഓവറിയിലുണ്ടാകുന്ന വളർച്ച കൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്? എഗ്ഗിൻ്റെ വളർച്ച തുടങ്ങുകയും ചെയ്യും. ഓക്കെ, ഇൻ ദം ഓവറീസ് ഓൾസോ ബിഗിൻസ് ടു റിലീസ് മച്വർ എഗ് ഓർ മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട്സ് ഫോർ ദിസ് ഗേൾസ്. അതുപോലെ തന്നെ എന്താണ്? ഓവറീസ് ഓൾസോ ബിഗിൻ ടു റിലീസ് മച്വർ എഗ്സ്. അതായത് ഓവറിയിൽ നിന്നും മച്വറായിട്ടുള്ള എഗ്ഗുകളെ റിലീസ് ചെയ്യാൻ തുടങ്ങുന്നു. അതോടൊപ്പം തന്നെ പ്യൂബർട്ടിയിൽ പെൺകുട്ടികൾക്ക് എന്താണ്? മെൻസ്ട്രേഷൻ തുടങ്ങുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. നമുക്ക് അടുത്ത പാഠഭാഗത്തേക്ക്, അടുത്ത വീഡിയോയിലേക്ക് പോകാം.